അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്തു. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് റോബിൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി പിന്നെ എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ മത്സരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കൂടാതെ ചെകുത്താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് റോബിൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യാതിരുന്നത് എൻ്റെ ഡ്രീമിനെ ഞാൻ ചേസ് ചെയ്യായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം സത്യം പറഞ്ഞാൽ സിനിമകളും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തതും ചെയ്യാന്നൊക്കെ വിചാരിച്ചത് ഈ ഫെയിം ഇത്രയും നാൾ വരെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചില്ല. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് തനിക്ക് വേണ്ടത് ഫെയിം ആണ്. ഒരു ഡോക്ടറായിട്ട് മാത്രം ഇരിക്കുമായിരുന്നെങ്കിൽ തനിക്ക് ഇത്രയും ഫെയിം കിട്ടത്തില്ലായിരുന്നു. ബിഗ് ബോസിലൊക്കെ പോയതുകൊണ്ടാണ് തനിക്ക് ഇത്രയും ഫെയിം കിട്ടിയത്. തനിക്ക് ഇത്രയും നാൾ, അതായത് 4 വർഷത്തോളം ഈ ഫെയിം നിലനിർത്താനായിട്ട് പറ്റി. അത് തന്റെ കഴിവായിട്ടാണ് പുള്ളി കാണുന്നത്. ബിഗ് ബോസിന് ശേഷം ഒരുപാട് സിനിമയൊക്കെ പുള്ളി അനൗൺസ് ചെയ്തു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തതല്ല, പുള്ളി ഫെയിമിന് വേണ്ടി ചെയ്തതാണെന്നാണ് പറയുന്നത്. സത്യം പറയുവാണെങ്കിൽ പുള്ളിക്ക് ഡോക്ടർ എന്ന ജോലിയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഫെയിമിന് വേണ്ടിയിട്ടാണ് ആ ജോലി വിട്ടതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സത്യം പറയുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരാൾ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിൽ ചെന്നപ്പത്തിനും ആളുകൾ ഇദ്ദേഹത്തെ കണ്ടിട്ട് അങ്ങോട്ട് ചെന്നെന്ന്. കാരണം ഇതൊക്കെ ആ ഷോ കൊണ്ടുള്ള ബെനിഫിറ്റ് ആണ്. കാരണം പല ആൾക്കാർക്കും ഇദ്ദേഹത്തിന് അറിയാം, ആ ഷോയിൽ ഫേമസ് ആയതുകൊണ്ട് ഇങ്ങനൊരു ഗുണം ഉണ്ടായി. പല ആൾക്കാരും പറയുന്നുണ്ട് ഇദ്ദേഹം മണ്ടനാണ്, പൊട്ടനാണെന്ന്. എന്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹം ഒരു മണ്ടനും പൊട്ടനും അല്ല. കാരണം ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ പക്ക ക്ലാരിറ്റിയാണ്. അവിടുത്തെ വികസനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ഇദ്ദേഹം ആ നാട്ടുകാരനല്ല, എന്നിട്ട് പോലും ആ നാട്ടിലെ പല കാര്യങ്ങളും പഠിച്ചിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. അത് പുള്ളിയുടെ ഒരു കഴിവ് തന്നെയാണ്. ഒരു ട്രാവൽ ചെയ്യാം, കാരണം ഒരു പ്രോപ്പർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈ ആക്സസ് ചെയ്യാൻ പറ്റുന്ന റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സിറ്റിക്ക് അല്ലെങ്കിൽ ടൗൺഷിപ്പിന് അല്ലെങ്കിൽ വില്ലേജിന് ഒരു ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ ട്രാഫിക്കും ആൾക്കാർ ബുദ്ധിമുട്ടും എത്ര പേര് ചിലപ്പോൾ ആക്സിഡന്റ് വീടും കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാം. സോ അതൊരു കാര്യമാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ സെക്ടറാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹബ്ബായിരുന്നു ഹിസ്റ്റോറിക്കലി നമ്മൾ കൊണ്ടുവരാന്ന് പറഞ്ഞ സ്ഥലം. മനസ്സിലായില്ലേ. അത് കംപ്ലീറ്റ്ലി നശിച്ചു. ഒരു ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാതെ ഒരുപാട് പേർക്ക് ജോലിയും പോയി. എല്ലാവരും ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക, പട്ടിണി കാര്യങ്ങളൊക്കെ മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വരെ എന്ത് ചെയ്തു പലർക്കും എത്തി. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞ കണക്ക് ഞാനിപ്പോൾ ഇൻ കേസ് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി തരണമെന്നുണ്ടെങ്കിൽ, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ MLA സീറ്റ് അതൊന്നുമല്ല, റെസ്പോൺസിബിലിറ്റി എനിക്ക് തരണം അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഒന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ മാത്രമേ ഒരുപാട് പേർക്ക് ജോലി കിട്ടത്തുള്ളൂ. ഈ കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലം ടൂറിസം മേഖലയ്ക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. അവിടുത്തെ ടൂറിസം മേഖല വികസിപ്പിച്ചാൽ മതി, അവിടെയുള്ള പല ആളുകൾക്കും ജോലി കിട്ടും. പിന്നെ കുടിവെള്ളക്ഷാമം, അവിടുത്തെ പല പഞ്ചായത്തിലും കുടിവെള്ളമില്ല. അത് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. LDF ഉം UDF ഉം മാറി മാറി വന്നിട്ട് പോലും അവിടുത്തെ കുടിവെള്ള പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ റോബിൻ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നല്ല ക്ലാരിറ്റിയോടെയാണ് പുള്ളി പറയുന്നത്. സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. രണ്ടു മരുന്നൊക്കെ മേടിക്കാൻ രാത്രി നോക്കിയിട്ട് ഒന്ന് തലവേനാണ് മരുന്ന് മേടിക്കണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇവിടെ മെഡിക്കൽ സ്റ്റോർ 24/7 പല സ്ഥലത്തും ഞാൻ കണ്ടു. ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരെണ്ണമെങ്കിലും ചിലപ്പോൾ ഉണ്ടെങ്കിൽ, അല്ല എല്ലാ സ്ഥലത്തും അറ്റ്ലീസ്റ്റ് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും 24/7 മെഡിക്കൽ സ്റ്റോർ വളരെ ആവശ്യമാണ്. കാരണം ഹെൽത്ത് ഈസ് വെൽത്ത്. ഹെൽത്താണ് വലിയ പ്രാധാന്യം. എപ്പോഴാണ് മരുന്ന് മേടിക്കണം, എന്താണ് ആവശ്യം, ഇതൊക്കെ വേണമെങ്കിൽ എവിടെയെങ്കിലും ദൂരെ പോകുന്ന സമയം കൊണ്ട് എന്ത് സംഭവിക്കുന്നുള്ളത് എനിക്കറിയാം ആസ് എ ഡോക്ടർ. മനസ്സിലായില്ല. മരുന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതും കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റിൽ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും മരുന്നെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്കറിയാം. പിന്നെ മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ജനത. മനസ്സിലായില്ല. എല്ലാവരും ഫിസിക്കൽ ഹെൽത്തിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. മെന്റലി ആരും ഓക്കെ ആണോ ഇല്ലെന്നൊന്നും ആരും ഇതുവരെ നോക്കാറില്ല. അപ്പം അതിനും കൂടെ പ്രാധാന്യം കൊടുത്ത് ആർക്കെങ്കിലും ഈ പറഞ്ഞ കൗൺസിലിംഗ് സെക്ഷനോ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ റോബിൻ ആൾക്കാർക്ക് കുറെ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 1-2 വാഗ്ദാനമെങ്കിലും പാലിച്ചാൽ മതിയായിരുന്നു. കാരണം കുറെ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കുറെ പാർട്ടിക്കാർ ജയിക്കുന്നതിന് മുമ്പ് കുറെ വാഗ്ദാനങ്ങളൊക്കെ തരും. ജയിച്ചു കഴിഞ്ഞിട്ട് അവരെ കാണാനേ നമുക്ക് കിട്ടത്തില്ല. പിന്നെ കാണാൻ കിട്ടുന്നത് അടുത്ത ഇലക്ഷനാണ്. പിന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, റോബിന്റെ ഈ കോമാളിത്തരമൊക്കെ കണ്ടിട്ട് ആരതിപ്പൊടി പിണങ്ങിയോ, ആരതിപ്പൊടിനെ റോബിന്റെ ഒരു സമ്മേളനത്തിനും കാണാനില്ലല്ലോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. റോബിൻ അതിന് മറുപടി പറയുന്നുണ്ട്. നമുക്കത് നോക്കാം. എൻ്റെ വൈഫിൻ്റെ അടുത്ത് ആക്ച്വലി വലിയൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. കാരണം എൻ്റെ പ്രസൻസ് ഇല്ലാതെ ഒബ്വിയസ്ലി പുള്ളിക്കാരെ എന്നെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും പുള്ളിക്കാരെ എന്തായാലും ഇലക്ഷൻ ക്യാമ്പയിനായിട്ട് എപ്പോഴെങ്കിലും വരും, ഭാഗമാകും. പക്ഷേ ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്തില്ല. കാരണം പുള്ളിക്കാരെ കാര്യമായിട്ട് തിരക്കിലാണ്. പക്ഷേ എന്നാലും പുള്ളിക്കാർ വരും ഇവിടെ. ഓക്കെ, ഞാൻ ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോബിൻ പറയുന്നത് പുള്ളിക്കാരി തിരക്കാണ്, പുള്ളിക്കാരിനെ ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല എന്നാണ് പറയുന്നത്. റോബിൻ പറയുന്നുണ്ട് ആരതിക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവരാനായിട്ട് മാക്സിമം റോബിൻ ശ്രമിക്കുമെന്ന്. ഈ ഫേസ്ബുക്കിന്റെ ഒക്കെ കമന്റ് ബോക്സിൽ ആളുകൾ പറയുന്നുണ്ട് റോബിൻ കാണിക്കുന്ന കോമാളിത്തരം കൊണ്ട് പുള്ളിക്കാരി പിണങ്ങിയിരിക്കുവാന്ന്. പക്ഷെ അതല്ല സത്യം എന്നാണ് റോബിൻ പറയുന്നത്. പുള്ളി പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് വന്നാൽ മാത്രമേ അവിടെ വികസനം ഉണ്ടാകത്തുള്ളൂ. ഫണ്ട് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടണം, അല്ലാതെ കേരള ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ട് അവിടെ വികസനം ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് ഫണ്ട് കേരള ഗവൺമെന്റിന് എടുക്കാനില്ലെന്നാണ് പുള്ളി പറയുന്നത്. അതായത് ടൂറിസം മേഖല ഒന്ന് അവിടെ റീബർത്ത് ചെയ്യാനായിട്ട് ഹ്യൂജ് എമൗണ്ട് വേണമെന്നാണ് റോബിൻ പറയുന്നത്. ഈ റോബിൻ പറയുന്ന വികസനം എല്ലാം നടപ്പിലാക്കണമെങ്കിൽ 10,000 കോടിയെങ്കിലും വേണം. അത് മാത്രം ഒരു പ്രദേശത്തിന്റെ വികസനത്തിനായിട്ട് കേന്ദ്ര സർക്കാർ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജയിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് കുറച്ചൊക്കെ നടപ്പിലാക്കാം, എല്ലാം ഒന്നും നടപ്പിലാക്കാൻ പറ്റത്തില്ല. കാരണം ഹ്യൂജ് ഒരു എമൗണ്ട് വേണ്ടി വരും. അത്ര എമൗണ്ട് ഒന്നും കേന്ദ്രത്തിൽ നിന്ന് കിട്ടത്തില്ല, 100% ഉറപ്പാണ്. പിന്നെ എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ മത്സരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ ചെകുത്താൻ മത്സരിക്കുകയാണ് ഗൈസ്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെകുത്താൻ പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരുടെയും ചോദ്യം അല്ലെങ്കിൽ സംശയം, എന്തിനാണ് ഞാൻ മത്സരിക്കുന്നത്,
ഉദ്ദേശം എന്താണ്, നിനക്കെന്ത് യോഗ്യത, അതൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ മത്സരിച്ചവരും ഇതുവരെ ഇവിടെ ഭരിച്ചവരുടെയൊക്കെ യോഗ്യതയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ അത്രയൊക്കെ തന്നെ യോഗ്യത അല്ല, അതിൽ കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇദ്ദേഹം പറഞ്ഞ ഇവിടെ ഭരിക്കുന്ന ആൾക്കാരെക്കാട്ടിലും യോഗ്യത ഇദ്ദേഹത്തിനുണ്ടെന്നാണ്. കാരണം കറപ്ഷൻ നിറഞ്ഞ ഭരണമാണ് ഇപ്പോഴും നടന്നു പോകുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇലക്ഷനിൽ ഒരാൾ മത്സരിക്കാനായിട്ട് ഒരു യോഗ്യതയും വേണ്ട, ഇന്ത്യൻ പൗരനായാൽ മാത്രം മതി. സത്യം പറയുവാണെങ്കിൽ 10 പൈസ മുടക്കാതെ വലിയ ഹാർഡ് വർക്ക് ഒന്നും ഇല്ലാതെ പുള്ളി മത്സരിക്കുന്നുണ്ടെന്നുള്ള കാര്യം കേരളം മൊത്തം അറിയിച്ചു. അത് പുള്ളിയുടെ ഒരു കഴിവാണ്. പുള്ളിക്കറിയാം പുള്ളി ജയിക്കാനായിട്ടുള്ള സാധ്യതയില്ലെന്ന്. പക്ഷെ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു തുടക്കമാണ്, ഒരുപാട് പേർക്ക് പുള്ളി പ്രചോദനമാകുന്നു. ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ ഇവിടുത്തെ അഴിമതികൾ പൂർണ്ണമായും ഇല്ലാണ്ടാക്കും, അല്ലെങ്കിൽ അതിനൊരു സിസ്റ്റമാറ്റിക് സൊല്യൂഷൻ ഒരു തരത്തിലും ഞാൻ കേട്ടിട്ടില്ല, ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. എന്നാൽ അത് വളരെ വളരെ ഈസി ആയിട്ട്, ഏറ്റവും സിമ്പിളായിട്ട്, കൃത്യമായ തെളിവുകളും കണക്കുകളും മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. വ്യക്തികളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, കണക്കുകളിലും തെളിവുകളിലും മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. സത്യം പറയുവാണെങ്കിൽ സീറ്റ് തരാനായിട്ട് വേറൊരു പാർട്ടിയുടെയും കാല് പിടിക്കാനായിട്ട് പുള്ളി പോയില്ല. പുള്ളി സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. പുള്ളിക്ക് നഷ്ടമൊന്നുമില്ല. ഈ റോബിനും അഖിൽമാരാറും ഒക്കെ നല്ല പൈസ ഇറക്കിയിട്ടുണ്ട്. ഇദ്ദേഹം 10 പൈസ കയ്യിൽ നിന്ന് ഇറക്കിയിട്ടില്ല. എന്നിട്ട് പോലും ഇന്നലെ ന്യൂസ് ചാനലിലെല്ലാം പുള്ളിയുടെ വാർത്തയായിരുന്നു. എല്ലാവരും അറിഞ്ഞു പുള്ളി മത്സരിക്കുന്ന കാര്യം. ഇദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസി ആയിട്ടുള്ള ഒരു ഭരണമാണ് മുന്നോട്ട് കൊണ്ടുവരുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ട്രാൻസ്പെറൻസി എന്ന് പറയുവാണെങ്കിൽ അഴിമതി രഹിതമാക്കുക, ഭരണത്തിൽ ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതായത് ഭരണകാര്യങ്ങളിലൊക്കെ ജനങ്ങൾ ഇടപെടുകയും അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു അവസരം, അതാണ് പുള്ളി ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നത്. അഖിൽമാരാറിന്റെ ലക്ഷ്യം സ്പോർട്സ്, റോബിന്റെ ലക്ഷ്യം ടൂറിസം, ചെകുത്താൻ അജു അലക്സിന്റെ ലക്ഷ്യം സുതാര്യത, അതായത് ട്രാൻസ്പെറൻസി. സത്യം പറയുവാണെങ്കിൽ ഇവർക്ക് 3 പേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണുള്ളത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.